നമസ്കാരം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കോമ്പിനേഷൻ ഓഫ് കപ്പാസിറ്റേഴ്സ് എന്നുള്ളതാണ്. മാനുഫാക്ചറർ ഡിസൈൻ ചെയ്തിരിക്കുന്ന നിശ്ചിത വാല്യൂ ഓഫ് കപ്പാസിറ്റേഴ്സ് വെച്ചിട്ട് ഒരു സർക്യൂട്ടിന് അനുയോജ്യമായ രീതിയിലുള്ള കോമ്പിനേഷൻസ് സാധ്യമാണ്. ആദ്യം തന്നെ നമുക്ക് സീരീസ് കോമ്പിനേഷൻ ഓഫ് കപ്പാസിറ്റേഴ്സ് എന്താണെന്ന് നോക്കാം. When a number of capacitors are connected in series, the charge stored in each of them remains the same. ഒന്നിൽ കൂടുതൽ കപ്പാസിറ്ററുകൾ ഒരു സർക്യൂട്ടിൽ കൊടുത്തു കഴിഞ്ഞാൽ ഓരോന്നിലും ഒരേ ചാർജ് തന്നെ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ അത്തരം കോമ്പിനേഷനെ പറയുന്ന പേരാണ് സീരീസ് കോമ്പിനേഷൻ. ആദ്യം നമ്മൾ സർക്യൂട്ട് കാണിച്ചിരിക്കുന്നത് ഒരു കപ്പാസിറ്റർ മാത്രം ഉള്ളതാണ്. ഈ കപ്പാസിറ്റർ ഒരു സെല്ലുമായിട്ട് കൊടുത്തിട്ടുണ്ട്. കീ ക്ലോസ് ചെയ്തിട്ടില്ല, അതായത് ഈ സർക്യൂട്ടിൽ കൂടി കറണ്ട് ഫ്ലോ ഇപ്പോൾ ഇല്ല. ഇനി കപ്പാസിറ്റർ ആഡ് ചെയ്ത് കൊടുക്കാം. മറ്റൊരു കപ്പാസിറ്റർ കൂടി കൊടുത്തു. അപ്പോൾ ഇപ്പോൾ ഉള്ളത് C1 എന്ന ഒരു കപ്പാസിറ്ററും C2 എന്ന ഒരു കപ്പാസിറ്ററുമാണുള്ളത്. ഇനി കീ ക്ലോസ് ചെയ്യുകയാണ്. അപ്പോൾ കറണ്ട് ഫ്ലോ ഉണ്ടാവും. ഇത് സെല്ലിൻ്റെ പോസിറ്റീവ് ടെർമിനലാണ്. പോസിറ്റീവ് ടെർമിനലിൽ നിന്നും കപ്പാസിറ്ററിൻ്റെ ഈ പ്ലേറ്റിന് പോസിറ്റീവ് ചാർജ് കിട്ടും. ബൈ ദ മെത്തേഡ് ഓഫ് ഇൻഡക്ഷൻ ദ നെക്സ്റ്റ് പ്ലേറ്റ് വിൽ ബി ഗിവൺ നെഗറ്റീവ് ചാർജ് ആൻഡ് ദി നെക്സ്റ്റ് കപ്പാസിറ്റർ കണക്റ്റഡ് സീരീസ് ടു ഇറ്റ് വിൽ get positive charge. The next plate will get negative charge and the circuit will be closed. This is the negative of the cell. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, സെല്ലിൻ്റെ പൊട്ടൻഷ്യൽ V ആണ്. ആ V പൊട്ടൻഷ്യൽ രണ്ട് കപ്പാസിറ്ററുകൾക്ക് അക്രോസ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ ഡ്രോപ്പ് V1 V2 ചാർജ് സെയിം ആണെങ്കിലും കപ്പാസിറ്റൻസസ് ഡിഫറെൻ്റ് ആയതുകൊണ്ട് പൊട്ടൻഷ്യൽ ഡ്രോപ്പും വ്യത്യാസമുള്ളതായിരിക്കും. സോ ദ ടോട്ടൽ പൊട്ടൻഷ്യൽ V ഈസ് ഈക്വൽ ടു V1 പ്ലസ് V2. ഓക്കെ, Q ഈക്വൽ ടു CV എന്നുള്ളതാണ് ഇക്വേഷൻ. അതിനനുസരിച്ച് C1 കപ്പാസിറ്ററിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡ്രോപ്പ് V1 ഈക്വൽ ടു Q ബൈ C1 എന്ന് പറയാം. രണ്ടാമത്തെ കപ്പാസിറ്റർ C2ന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡ്രോപ്പ് Q ബൈ C2 എന്ന് പറയാം. സോ V ഈക്വൽ ടു V1 പ്ലസ് V2 ഈക്വൽ ടു Q ബൈ C1 പ്ലസ് Q ബൈ C2. ലെറ്റ് ഇറ്റ് ബി ഇക്വേഷൻ നമ്പർ 1. ഇനി ഈ രണ്ട് കപ്പാസിറ്ററുകൾക്ക് പകരം ഒരു ഇഫക്റ്റീവ് കപ്പാസിറ്റർ അല്ലെങ്കിൽ ഇക്വലൻ കപ്പാസിറ്റർ വെക്കുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ ഇക്വലൻ കപ്പാസിറ്റർ CS മൂല്യമുള്ളതാണെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും പൊട്ടൻഷ്യൽ ഡ്രോപ്പ് അക്രോസ് ദാറ്റ് ഇഫക്റ്റീവ് കപ്പാസിറ്റർ V ഈക്വൽ ടു Q ബൈ CS. ലെറ്റ് ഇറ്റ് ബി ഇക്വേഷൻ നമ്പർ 2. ഇക്വേഷൻ 1ഉം 2ഉം ഒരേ കാര്യം തന്നെയാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് അവ നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. സോ Q ബൈ CS ഇസ് ഈക്വൽ ടു Q ബൈ C1 പ്ലസ് Q ബൈ C2. ഓർ 1 ബൈ CS ഇസ് ഈക്വൽ ടു 1 ബൈ C1 പ്ലസ് 1 ബൈ C2. ഓക്കെ, so this is the expression for the effective capacitance when two capacitors C1 and C2 are connected in series. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇഫക്റ്റീവ് കപ്പാസിറ്റൻസിൻ്റെ റെസിപ്രോക്കൽ ആണ് കിട്ടുന്നത്. 1 ബൈ CS ആണ് കിട്ടുന്നത്. അതിൻ്റെ CS വാല്യൂ എടുക്കേണ്ടതായിട്ട് വരും. സോ when two capacitors are connected in series, the reciprocal of the effective capacitance is equal to the sum of the reciprocals of the individual capacitors. Okay. Next, let us see one more capacitor
connected in series. Here we have 3 capacitors connected in series, that is end to end. The key is closed. Okay, then നമുക്കിപ്പോൾ പറയാൻ പറ്റും the potential drop C1 across ആയിട്ടും C2 across ആയിട്ടും C3 across ആയിട്ടുമാണ് ഡിവൈഡ് ചെയ്തു പോകുന്നത്. സെല്ലിൻ്റെ പൊട്ടൻഷ്യൽ V ആണെങ്കിൽ പൊട്ടൻഷ്യൽ ഡ്രോപ്പ് എന്നുള്ളത് V1 പ്ലസ് V2 പ്ലസ് V3 എന്നായിരിക്കും, വിച്ച് ഈസ് ഈക്വൽ ടു Q ബൈ C1 പ്ലസ് Q ബൈ C2 പ്ലസ് Q ബൈ C3. ഇനി ഒരു ഇഫക്റ്റീവ് കപ്പാസിറ്റർ ആണ് കണക്ട് ചെയ്യുന്നത്. 3 എണ്ണത്തിന് പകരമായിട്ട് ഒരു കപ്പാസിറ്റർ കണക്ട് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് CS ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും V ഈക്വൽ ടു Q ബൈ CS എന്ന്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇക്വേഷൻ നേരത്തെ എഴുതിയതുപോലെ തന്നെ പറയാൻ പറ്റും. V ഈക്വൽ ടു V1 പ്ലസ് V2 പ്ലസ് V3 എന്നാണ് ഇപ്പോൾ കൊടുക്കേണ്ടത്. അങ്ങനെ കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടും 1 by CS is equal to 1 by C1 plus 1 by C2 plus 1 by C3. ഓക്കെ, ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു N കപ്പാസിറ്റേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. N കപ്പാസിറ്റേഴ്സ് ഉണ്ടെങ്കിൽ അവയുടെ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കാനായി ഇതേ രീതിയിൽ ഇക്വേഷൻ കണ്ടെത്താനാവും, which is 1 by CS is equal to 1 by C1 plus 1 by C2 plus 1 by C3 plus etc. plus 1 by Cn. Okay, when a number of capacitors are connected in series, then the reciprocal of the effective capacitance is equal to the sum of the reciprocals of the individual capacitors. ഓക്കെ, ഇനി നമുക്ക് ഈ കപ്പാസിറ്ററുകളെല്ലാം ഒരേ മൂല്യമുള്ളതാണെന്ന് വിചാരിക്കുക. C1 ഈക്വൽ ടു C2 ഈക്വൽ ടു C3 ഈക്വൽ ടു എല്ലാം C ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ N കപ്പാസിറ്റേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? 1 by CS is equal to 1 by C plus 1 by C plus 1 by C plus അങ്ങനെ എത്ര എണ്ണം ഉണ്ട്? N ഉണ്ട്. അങ്ങനെയാവുമ്പോൾ എന്ത് പറയാൻ പറ്റും? 1 by CS is equal to N by C എന്ന് പറയാൻ പറ്റും. ഓക്കെ, സോ ദിസ് ഈസ് ദി ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് വെൻ എ നമ്പർ ഓഫ് കപ്പാസിറ്റേഴ്സ് ആർ കണക്റ്റഡ് ഇൻ സീരീസ്. നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ ഈ കാര്യങ്ങൾ കൂടുതൽ ഭംഗിയായിട്ട് മനസ്സിലാകും. ഓക്കെ, ഇനി നമുക്ക് പാരലൽ കോമ്പിനേഷൻ ഓഫ് കപ്പാസിറ്റേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. കപ്പാസിറ്റേഴ്സ് ഇൻ പാരലൽ. നോക്കിക്കോളൂ, ഇവിടെ 2 കപ്പാസിറ്ററുകൾ പാരലൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു സെല്ലും കാണിച്ചിട്ടുണ്ട്. സർക്യൂട്ട് ക്ലോസ് ചെയ്യാണ്. സർക്യൂട്ട് ക്ലോസ് ചെയ്ത് കഴിയുമ്പോഴേക്കും എന്താ സംഭവിക്കുക? Q1 ചാർജ് ഈ പ്ലേറ്റിൽ അക്യുമുലേറ്റ് ചെയ്യും. ഇവിടെ Q2 പോസിറ്റീവ് ചാർജ് ഇവിടെ അക്യുമുലേറ്റ് ചെയ്യും. ഈ ഭാഗത്ത് നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, നെഗറ്റീവ് ചാർജ് ഇങ്ങനെ വന്നിട്ട് നമ്മുടെ സർക്യൂട്ട് കംപ്ലീറ്റ് ആവും. ഓക്കെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് when the capacitors are connected in parallel, the potential difference across each remains the same. പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് സെയിം തന്നെയായിരിക്കും. ടോട്ടൽ ചാർജ് ആണ് സ്പ്ലിറ്റ് ചെയ്ത് പോകുന്നത്. 2 കപ്പാസിറ്ററുകൾക്കും വേണ്ടിയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് പോകുന്നത് ടോട്ടൽ ചാർജ് ആണ്. സോ ടോട്ടൽ ചാർജ് Q എന്നുള്ളത് Q1 പ്ലസ് Q2 2 കപ്പാസിറ്ററുകളിലേക്കും വേണ്ടിയിട്ട് ടോട്ടൽ ചാർജ് സ്പ്ലിറ്റ് ചെയ്ത് പോകും. നമ്മുടെ ഇക്വേഷൻ എഴുതുകയാണെങ്കിൽ Q ഈക്വൽ ടു ഫസ്റ്റ് കപ്പാസിറ്ററിന് എക്രോസ് ആയിട്ട് Q1 അത് C1 ഇൻറ്റു V ആയിരിക്കും. സെക്കൻഡ് കപ്പാസിറ്ററിന് എക്രോസ് ആയിട്ട് ഉള്ള പൊട്ടൻഷ്യൽ V ആണെങ്കിൽ Q2 ഈക്വൽ ടു C2 ഇൻറ്റു V എന്ന് പറയാൻ പറ്റും. വെൻ ആൻ ഇക്വലന്റ് കപ്പാസിറ്റർ ഈസ് കണക്റ്റഡ്, ഓക്കെ, ഇവിടെ 2 കപ്പാസിറ്ററുകൾക്ക് പകരമായിട്ട് ഒരു ഇഫക്റ്റീവ് പാരലൽ കപ്പാസിറ്റർ
കൊടുക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് ഇക്വേഷൻ പറയാൻ പറ്റുന്നത് Q ഈക്വൽ ടു CP ഇൻറ്റു V എന്നായിരിക്കും. ഓക്കെ, സോ പൊട്ടൻഷ്യൽ സെയിം തന്നെയാണെന്ന് പറഞ്ഞു. പാരലൽ കോമ്പിനേഷനിൽ ചാർജ് ആണ് ഡിവൈഡ് ചെയ്ത് പോകുന്നത്, വോൾട്ടേജ് റിമെയിൻസ് ദി സെയിം. സോ ദ ഇഫക്റ്റീവ് പാരലൽ കപ്പാസിറ്റൻസ് CP ഈക്വൽ ടു C1 പ്ലസ് C2 എന്ന് നമുക്ക് കിട്ടുന്നതാണ്. ഓക്കെ, ഇനി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു കപ്പാസിറ്ററും കൂടി കൊടുക്കാം. 3 കപ്പാസിറ്റേഴ്സ് പാരലലായിട്ട് കൊടുത്തിരിക്കുന്നു. C1, C2, C3 3 കപ്പാസിറ്റേഴ്സ് പാരലലായിട്ട് കൊടുത്തിരിക്കുന്നു. അപ്പൊ ഇവിടെ ഉള്ള ടോട്ടൽ ചാർജ്, പോസിറ്റീവ് ടെർമിനലിൽ വരുന്ന ടോട്ടൽ ചാർജ് 3 കപ്പാസിറ്ററുകളിലേക്കും ഡിവൈഡ് ചെയ്ത് പോകുന്നതാണ്. ഓക്കെ, അത് നമുക്ക് വെള്ളം പോകുന്ന കേസ് പോലെ മനസ്സിലാക്കി എടുക്കാൻ പറ്റും. വെള്ളം ചാല് തിരിച്ചു പോകുന്നത് പോലെ. ഇപ്പൊ ടോട്ടൽ കൊടുക്കുന്ന വെള്ളം Q ആണെന്നിരിക്കട്ടെ. അപ്പം അത് 3 ചാലുകളിലേക്ക് 3 ഖണ്ഡങ്ങളിലേക്കും കൂടിയായിട്ട് ഒന്നാമത്തെ ഖണ്ഡത്തിലേക്ക് Q1 ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ പോകും, രണ്ടാമത്തെ ഖണ്ഡത്തിലേക്ക് Q2 ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ പോകും, മൂന്നാമത്തെ ഖണ്ഡത്തിലേക്ക് Q3 ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ പോകും എന്ന് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ഖണ്ഡത്തിന്റെ വലിപ്പം അനുസരിച്ച് കപ്പാസിറ്ററിന്റെ വാല്യൂ വ്യത്യാസപ്പെടുന്നതിനനുസരിച്ച് ചാർജ് വ്യത്യാസമായിരിക്കും എന്ന് മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ കേസ് എന്ന് പറയുന്നത്. പോസിറ്റീവ് ചാർജ് ഇവിടെ അക്യുമുലേറ്റ് ചെയ്യും. ബൈ ദ മെത്തേഡ് ഓഫ് ഇൻഡക്ഷൻ നെഗറ്റീവ് ചാർജ് ഇവിടെ അക്യുമുലേറ്റ് ചെയ്യും. സർക്യൂട്ട് കംപ്ലീറ്റ് ആയിട്ട് വരും. നേരത്തെ പോലെ തന്നെ ഇക്വേഷൻ Q ഈക്വൽ ടു Q1 പ്ലസ് Q2 പ്ലസ് Q3. ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? പാരലൽ കോമ്പിനേഷനിൽ ചാർജ് ഡിവൈഡ് ചെയ്ത് പോകുന്നത് കൊണ്ട് അതിനു വേണ്ടി വേണം ഇക്വേഷൻ എഴുതാനായിട്ട് Q ഈക്വൽ ടു Q1 പ്ലസ് Q2 പ്ലസ് Q3. സീരീസ് കോമ്പിനേഷനിൽ പൊട്ടൻഷ്യൽ ആണ് ഡിവൈഡ് ചെയ്ത് പോകുന്നത്. സോ V ഈക്വൽ ടു V1 പ്ലസ് V2 പ്ലസ് V3 എന്നുള്ളതായിരുന്നു ഇക്വേഷൻ എഴുതിയത്. ഇനി Q ഈക്വൽ ടു CV എന്നുള്ള ഇക്വേഷൻ അനുയോജ്യമായ രീതിയിൽ കൊടുത്താൽ മതി. 3 കപ്പാസിറ്ററുകൾക്കും അക്രോസ് ആയിട്ട് Q1 ഈക്വൽ ടു C1 ഇൻറ്റു V, Q2 ഈക്വൽ ടു C2 ഇൻറ്റു V, Q3 ഈക്വൽ ടു C3 ഇൻറ്റു V എന്ന് പറയുകയാണെങ്കിൽ ഇക്വലന്റ് കപ്പാസിറ്ററിനെ സംബന്ധിച്ചിടത്തോളം, ഇക്വലന്റ് പാരലൽ കപ്പാസിറ്ററിനെ സംബന്ധിച്ചിടത്തോളം ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത് CP ഇൻറ്റു V ആയിരിക്കും. അപ്പോ നമ്മുടെ ഇക്വേഷൻ വരുന്നത് ഇങ്ങനെയാകും: CP ഈക്വൽ ടു C1 പ്ലസ് C2 പ്ലസ് C3. V പൊട്ടൻഷ്യൽ എല്ലായിടത്തും സെയിം ആണ്, അത് ക്യാൻസൽ ചെയ്ത് പോകും. ഓക്കെ, സോ ഫോർ n capacitors connected in parallel, their effective capacitance is given by CP equal to C1 plus C2 plus C3 plus etc plus Cn. ഓക്കെ, ഇതാണ് നമ്മുടെ പാരലൽ കപ്പാസിറ്റർ. കഴിഞ്ഞ ക്ലാസ്സിൽ സീരീസ് കപ്പാസിറ്റേഴ്സ് ആണ് ഡിസ്കസ് ചെയ്തത്. സീരീസ് കപ്പാസിറ്റർ 2 എണ്ണം ഉണ്ടെങ്കിൽ എങ്ങനെയാണ് ഇക്വേഷൻ വരുന്നത്? 1/CS is equal to 1/C1 plus 1/C2 എന്നുള്ളതാണ്. ഓക്കെ, അപ്പോ അതിന് ഇഫക്റ്റീവ് സീരീസ് കപ്പാസിറ്റൻസ് CS ആണെങ്കിൽ ഇക്വേഷൻ പറയാൻ പറ്റും C1 C2 ഡിവൈഡഡ് ബൈ C1 പ്ലസ് C2 എന്നുള്ളതായിരിക്കും. 2 കപ്പാസിറ്ററുകളിനും ഈക്വൽ വാല്യൂ ആണെന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ 1 പിക്കോ ഫാരഡ് ആണെന്ന് ഇരിക്കട്ടെ, അല്ലെങ്കിൽ 1 മൈക്രോ ഫാരഡ് ആണെന്നിരിക്കട്ടെ ഓരോന്നിന്റെയും വാല്യൂ. അപ്പോ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് എത്രയായിരിക്കും വരുന്നത്? 1/C ഈക്വൽ ടു 1/1 പ്ലസ് 1/1. ഓക്കെ, 1/1. അപ്പോ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് 0.5 മൈക്രോ ഫാരഡ് അല്ലെങ്കിൽ പിക്കോ ഫാരഡ് ആണ് കൊടുക്കുന്നെങ്കിൽ 0.5 പിക്കോ ഫാരഡ് അങ്ങനെയായിരിക്കും കിട്ടുക. അതായത് സീരീസ് കപ്പാസിറ്റൻസിൽ നമ്മൾ കൊടുക്കുന്ന കപ്പാസിറ്റൻസിന്റെ ഏറ്റവും ചെറിയ വാല്യൂവിനേക്കാളും ചെറിയ വാല്യൂ ആയിരിക്കും ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് ആയിട്ട് കിട്ടുക. ഇപ്പോൾ 1 പിക്കോ ഫാരഡ് ഉള്ള 2 കപ്പാസിറ്ററുകൾ കൊടുക്കുകയാണെങ്കിൽ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് കിട്ടുന്നത് 0.5 പിക്കോ ഫാരഡ് ആയിരിക്കും. ഓക്കെ, പിക്കോ ഫാരഡ് എന്ന് പറഞ്ഞാൽ 10⁻⁻12 ഫാരഡ് ആണ്. ഇത് എന്തുകൊണ്ടാണ് ഈ പിക്കോ ഫാരഡ് മൈക്രോ ഫാരഡ് ഒക്കെ പറയാൻ കാരണം?
ഫാരഡ് എന്ന് പറയുന്നത് വളരെ വലിയ ഒരു യൂണിറ്റ് ആണ്. പ്രാക്ടിക്കൽ യൂസസിന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യുന്നത് ചെറിയ കപ്പാസിറ്റർ വാല്യൂകളാണ്. അവയാണ് മൈക്രോ ഫാരഡും പീക്കോ ഫാരഡും. 10⁻⁻6 ഫാരഡും അതുപോലെ 10⁻⁻12 ഫാരഡും ഒക്കെ ഉള്ളത്. ഈ 1 ഫാരഡ് എന്ന് പറയുന്നത് എന്താണ്? A conductor is said to have 1 farad capacitance if a charge of 1 coulomb raises its potential by 1 volt. Okay. അപ്പം ഈ 1 farad capacitance എന്ന് പറയുന്നത് വളരെ വലിയൊരു വാല്യൂ ആയതുകൊണ്ടാണ് പ്രാക്ടിക്കൽ യൂസസിന് വേണ്ടിയിട്ട് പീക്കോ ഫാരഡും മൈക്രോ ഫാരഡും വാല്യൂസ് ഒക്കെ യൂസ് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ നമ്മള് കപ്പാസിറ്റൻസ് സീരീസ് വരുമ്പോഴുള്ള ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് ആണ് പറയുന്നത്. അത് നമ്പർ ഓഫ് കപ്പാസിറ്റേഴ്സ് സീരീസിൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്നതിന്റെ ഏറ്റവും ചെറിയ കപ്പാസിറ്റൻസ് വാല്യൂ ഉള്ളതിനേക്കാളും ചെറുതായിരിക്കും ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് കിട്ടുക. ഇനി പാരലൽ കപ്പാസിറ്റേഴ്സ് ആണെങ്കിലോ, പാരലൽ കപ്പാസിറ്റേഴ്സ് ആണെങ്കിൽ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് വെറുതെ സം ചെയ്തെടുത്താൽ മതി. ഇപ്പം 1 ഫാരഡും 1 മൈക്രോ ഫാരഡ് 2 മൈക്രോ ഫാരഡ് 3 മൈക്രോ ഫാരഡ് അങ്ങനെയാണ് കൊടുക്കുന്നതാണെങ്കിൽ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് ഇൻ പാരലൽ എത്രയായിരിക്കും? 6 മൈക്രോ ഫാരഡ് ആയിരിക്കും കിട്ടുക. ഓക്കെ. അപ്പം എൻ ഫോർ എക്സാമ്പിൾ 3 കപ്പാസിറ്റേഴ്സ് ഈക്വൽ വാല്യൂസ് ഉള്ളതാണെന്ന് വിചാരിക്കുക, 1 മൈക്രോ ഫാരഡ് വീതം. അപ്പോ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് എത്രയായിരിക്കും? 1 + 1 3 മൈക്രോ ഫാരഡ് ആയിരിക്കും ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ്. വെൻ 1 മൈക്രോ ഫാരഡ് കപ്പാസിറ്റേഴ്സ് 3 എണ്ണം എങ്ങനെ കൊടുക്കുമ്പോൾ പാരലലായിട്ട് കൊടുത്തു കഴിയുമ്പോൾ. സോ നമുക്ക് ഒരു സർക്യൂട്ടില് ആവശ്യമുള്ള രീതിയിൽ ഒരു സർക്യൂട്ട് ആവശ്യപ്പെടുന്നത് എത്ര വാല്യൂ കപ്പാസിറ്റൻസ് ആണോ അതിനെ സീരീസ് കോമ്പിനേഷൻ ആയിട്ടോ അല്ലെങ്കിൽ പാരലൽ കോമ്പിനേഷൻ ആയിട്ടോ സീരീസ് കോമ്പിനേഷനും പാരലൽ കോമ്പിനേഷനുമായിട്ടോ എങ്ങനെ വേണമെങ്കിലും കൊടുക്കാൻ സാധിക്കും. ഇതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പ്രോബ്ലംസ് ചെയ്യണം. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.